പ്രോഡക്ട്സുകളാണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും അതുപോലെ തന്നെ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, പ്ലാന്റേഷൻ ക്രോപ്സുകൾ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ക്രോപ്സുകളാണ്. ലാർജ് സ്കെയിൽ എസ്റ്റേറ്റ്സുകളിലും പ്ലാന്റേഷൻസിലൊക്കെ ഗ്രോ ചെയ്തെടുത്ത് വരുന്ന ക്രോപ്സുകളെയാണ് നമ്മൾ പ്ലാന്റേഷൻ ക്രോപ്സുകൾ എന്ന് പറയുന്നത്. അവർക്ക് ലേബർ ഇൻറ്റൻസീവാണ്. അതേപോലെ തന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എക്സ്പോർട്ട് പേർപ്പസിന് വേണ്ടിയിട്ടും ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയിട്ടൊക്കെയാണ് പ്ലാന്റേഷൻ പ്രൊഡക്ട്സുകൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാന്റേഷൻ പ്രൊഡക്ട്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് കുറേ ക്ലാസിഫിക്കേഷൻസുകളുണ്ട്. അതിൽ തന്നെ ബീവറേജ് ക്രോപ്സുകളുണ്ട്, ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ ക്രോപ്സുകളുണ്ട്, സ്പൈസ് പ്ലാന്റേഷൻ ക്രോപ്സുകളുണ്ട്. ബീവറേജ് ക്രോപ്സിൽ വരുന്നതാണ് ടീ, കോഫി, കൊക്കുവ, യൂസ്ഡ് ഇൻ പ്രിപ്പയറിങ് സ്റ്റിമുലൻസ് ആൻഡ് പോപ്പുലർ ഡ്രിങ്ക്സ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കോഫിയും അതേപോലെ തന്നെ ടീയൊക്കെ ഒരു ബീവറേജ് ക്രോപ്സിൽ വരുന്നതാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സിൽ വരുന്ന കാറ്റഗറീസാണ് റബ്ബർ, കോക്കനട്ട്, അരക്കനട്ട്. അത് കഴിഞ്ഞിട്ട് സ്പൈസ് പ്ലാന്റേഷൻ ക്രോപ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസിൽ വരുന്നവരാണ് ബ്ലാക്ക് പെപ്പർ, കാർഡമൺ, ക്ലോവ്, നട്ട്മഗ്, സിനമൺ പോലത്തെ സ്പൈസ് ക്രോപ്സുകളൊക്കെ. ഓക്കെ, ഈ ഒരു ഇങ്ങനത്തെ സ്പൈസ് ക്രോപ്സുകളുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ഫ്ലേവറിങ് പേർപ്പസിനും പ്രിസർവേഷൻ പേർപ്പസിനും മെഡിസിനൽ പേർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് ബീവറേജ് ക്രോപ്സ് ആയിട്ടുള്ള ടീ, കോഫി, കൊക്കുവ ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് ടീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ കെമീലിയ സിനൻസിസ് എന്നതാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ. മെയിൻലി ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ചൈനയിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരുന്നത്. അത് ചൈനയിൽ നിന്ന് ഫസ്റ്റ് അത് യൂസ് ചെയ്തിരുന്നത് ഏത് പേർപ്പസിന്, ഒരു മെഡിസിനൽ ഡ്രിങ്ക് എന്നുള്ള ഒരു പേർപ്പസിലായിരുന്നു അത് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, പതുക്കെ ഏഷ്യൻ കൺട്രീസിലോട്ട്, ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലോട്ടും ഇന്ത്യ പോലത്തെ രാജ്യത്തിലോട്ടൊക്കെ ഇതെന്ത് ചെയ്യും, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതെന്ത് ചെയ്യും, ഇത് പതുക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ തന്നെ 2 തരം ടൈപ്സുകളുണ്ട്. ചൈനയുണ്ട്, ഇന്ത്യനുണ്ട്. ചൈനേൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ചൈന ടീ ലീവ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്ലോ ഗ്രോയിങ് ആണ്, സ്മോളർ ആണ്, നാരോ ലീവ്സ് ആയിരിക്കും. വെൻ വി കം ടു ഇന്ത്യൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഗ്രോയിങ് ആണ്, ലാർജ് ഡ്രൂപ്പിംഗ് ലീവ്സും നല്ല രീതിയിൽ നമുക്ക് ഈൽഡും കിട്ടുന്നതാണ് ഇന്ത്യൻ ടീ ലീവ്സിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യൻ ടീൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതിൽ ഡിഫറൻസ് നല്ല രീതിയിൽ മനസ്സിലാകും. ഓക്കെ, വെൻ വി കം ടു ചൈനീസ് ടീ ലീഫിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വിച്ച് ഈസ് വെരി നാരോ. ഓക്കെ, വെൻ വി കം ടു ജാപ്പനീസ് ടീ ലീവ്സ് ഒരു ചെറിയൊരു ബെൻഡ് പോലെ അതിനുണ്ട്. പിന്നെ സിലോൺ ടീ ലീഫാണ് പറഞ്ഞാൽ ഒരു കോൺവെക്സ് ഷേപ്പിലോട്ടാണ് അതിൽ വരുന്നത്. പിന്നെ ഇന്ത്യൻ ടീ ലീവ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതൊരു ബ്രോഡാണ്. ഓക്കെ, ലാർജ് ഡ്രൂപ്പിംഗ് ലീവ്സ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈൽഡും കിട്ടുന്നതാണ് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ടീ ലീവ്സിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ടീ ആവട്ടെ, കോഫി ആവട്ടെ, കൊക്കോ ആവട്ടെ, ഇവർക്കൊക്കെ എന്താണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ക്ലൈമാറ്റാണ്. ക്ലൈമാറ്റ് നല്ല രീതിയിൽ അവരുടെ ഈൽഡിനെയും അവരുടെ ഗ്രോത്തിനെയും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ടീ കൾട്ടിവേഷന് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമാറ്റാണ്, മോഡറേറ്റ്ലി ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമാറ്റാണ് റിക്വയർഡ് ക്ലൈമാറ്റ്. അതുപോലെ തന്നെ ഈ ക്ലൈമാറ്റ് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഈൽഡ്, ക്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ, ക്വാളിറ്റീനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു ടീ കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ബി കൺസിഡേർഡ് ഇസ് ദാറ്റ് ക്ലൈമാറ്റ് ഓഫ് ദാറ്റ് റീജിയൻ. ആ ഒരു റീജിയനത്തെ ക്ലൈമാറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. ടീ ഗ്രോസ് ബേസ്ഡ് ഓൺ വെൽ ഡ്രെയിൻഡ് ഫെർട്ടൈൽ ആസിഡ് സോയിൽ ഓൺ ഹൈ ലാൻഡ്സ്. ഫെർട്ടൈലായിട്ടുള്ള ഒരു മൈൽഡ് രീതിയിൽ ആസിഡിറ്റി ഉള്ള സോയിലാണ് ടീ ഗ്രോ ചെയ്യുന്നത്. ടെമ്പറേച്ചർ, റെയിൻഫോൾ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഡേ ആൻഡ് ലെങ്ത്, സോയിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് എഫക്ട്സ് ദ കൾട്ടിവേഷൻ ഓഫ് ടീ എന്നാണ് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ടീകളുണ്ട്. ഓക്കെ, മാനുഫാക്ചറിൻ്റെ ബേസിസിലും മാനുഫാക്ചറിങ് പ്രോസസ്സും അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫെർമെൻറ്റേഷൻ, ഇതൊക്കെ ഒരു പ്രോസസ്സിങ് സ്റ്റെപ്സിൽ വരുന്നതാണ് ഫെർമെൻറ്റേഷൻസൊക്കെ. അപ്പോൾ ആ ഫെർമെൻറ്റേഷൻ്റെ ബേസ് ചെയ്തിട്ട് അതേപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ടീനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം.
ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് ബ്ലാക്ക് ടീ. നമ്മൾ നോർമലി കൺസ്യൂം ചെയ്യുന്ന കട്ടൻ ചായ ബ്ലാക്ക് ടീ. ആ ബ്ലാക്ക് ടീയിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഫുള്ളി ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ടീ ലീവ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ടീൻ്റെ ആണെങ്കിൽ ഫെർമെൻറ്റ് ചെയ്യാത്ത ഒട്ടും ഫെർമെൻറ്റേഷൻ അണ്ടർഗോ ചെയ്യാത്ത ടീ ലീവ്സിനെയാണ് നമ്മൾ എടുക്കുന്നത്. വെൻ വി കം ടു ഊലോങ് ടീൻ്റെ കേസിൽ 50% ഫെർമെൻറ്റേഷനാണ് അവിടെ നടത്തിയിരിക്കുന്നത്. വെൻ വി കം ടു പൗച്ചിങ് അല്ലെങ്കിൽ യെല്ലോ ടീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 3% ഓഫ് എന്താണുള്ളത് ഫെർമെൻറ്റേഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ടീയിൽ എന്തൊക്കെ തരത്തിലുള്ള കെമിക്കൽ കോമ്പോസിഷൻ ടീയിൽ എന്തൊക്കെ കോമ്പോസിഷനൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടീൻ്റെ ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് കെമിസ്ട്രിയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പെക്യൂലിയർ അരോമക്കും ആസ്ട്രിൻജൻസിക്കൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സാണ് പോളിഫീനോൾസ്. In steeped tea, polyphenols are largely responsible for astringency. പോളിഫീനോളുകളാണ് ആസ്ട്രിൻജൻസി, ഒരു ചവർപ്പ് ടേസ്റ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഫാക്ടർ. 30-40%, 30-40% ഓഫ് പോളിഫീനോൾസുകൾ എന്തുണ്ട് ടീയിൽ പ്രസൻ്റാണ്. അതുപോലെ തന്നെ പോളിഫീനോൾസിൽ വരുന്നതാണ് ഫ്ലേവനോയിഡ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ഫ്ലേവനോൾസിൽ വരുന്നതാണ് ഫ്ലേവനോൾസുകളാണ് ടാനിൻസ്. ഓക്കെ, ടാനിൻസിൽ വരുന്നതാണ് തിയാഫ്ലാവിൻസും തിയാറൂബിജിൻസും. ഓക്കെ, ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡാർക്ക് ആൻഡ് റോബസ്റ്റ് ഫ്ലേവർ ഓഫ് ദ ബ്ലാക്ക് ടീൻ്റെ റോബസ്റ്റ് ഫ്ലേവറിനും ഡാർക്ക് കളറിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടാനിൻസിൻ്റെ ഫാക്ടറിൽ വരുന്നതാണ് ആരൊക്കെയാണ് തിയാഫ്ലാവിൻസും തിയാറൂബിജിൻസുകളും. അതേപോലെ തന്നെ ഫ്ലേവനോൾസിൽ മേജറായിട്ട് വരുന്ന ഫ്ലേവനോൾസുകളാണ് കെറ്റീഷ്യൻ, ഗാലോ കെറ്റീഷ്യൻ, എപ്പികെറ്റീഷ്യൻ ഗാലൈറ്റ്, അതേപോലെ തന്നെ എപ്പിഗാലോ കെറ്റീഷ്യൻ ഗാലൈറ്റ്സ്. അപ്പോൾ ഇതിൽ എപ്പിഗാലോ കെറ്റീഷ്യൻ ഗാലൈറ്റുകളാണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ടീക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഫ്ലേവനോൾസിനെ കൂടാതെ ഫ്ലേവോൺസ് ആന്തോസയാനിൻസുകളൊക്കെ എന്തുണ്ട് ടേസ്റ്റ് കൊടുക്കുന്ന ഫാക്ടേഴ്സുകളാണ് ടീക്ക്. ഇനി ടീയിൽ പ്രസൻറ്റ് ചെയ്യുന്ന എൻസൈംസുകൾ എന്ന് പറഞ്ഞാൽ പോളിഫിനോൾ ഓക്സിഡേസ്, അതേപോലെ തന്നെ പെറോക്സിഡേസുകളൊക്കെയാണ് ടീയിൽ പ്രസൻറ്റ് ചെയ്യുന്ന എൻസൈംസുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദിസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ എൻസൈമാറ്റിക് ബ്രൗണിങ് ഓഫ് ദ ടീ ലീവ്സിൻ്റെ എൻസൈമാറ്റിക് ബ്രൗണിങ്, ആ ഡാർക്ക് കളർ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നവരാണ് പോളിഫിനോൾ ഓക്സിഡേസുകളും പെറോക്സിഡേസുകളും. പിന്നെ പിഗ്മെൻറ്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കളർ കൊടുക്കുന്ന ഫാക്ടേഴ്സുകളാണ് പിഗ്മെൻറ്റ്സ്, ക്ലോറോഫിൽസും കെരോട്ടിനോയിഡ്സുകളൊക്കെയാണ് പിഗ്മെൻറ്റ്സ് കൊടുക്കുന്നത്. പിന്നെ ക്ലോറോഫിലിൻ്റെ കേസിൽ ഓക്സിഡേഷൻ്റെ സമയത്ത് ക്ലോറോഫിൽ എന്തായിട്ട് മാറുന്നുണ്ട്, ഫിയോഫൈറ്റിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 11% ഓഫ് കാർബോഹൈഡ്രേറ്റ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മീഥൈൽ ക്സാന്തിൻസ് പറഞ്ഞാൽ നമ്മളുടെ ടീയിൽ കഫീന് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ സ്റ്റിമുലൻ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടറാണ് മീഥൈൽ ക്സാന്തിൻസുകൾ. അതിൽ വരുന്നതാണ് തിയോബ്രോമിനും തിയോഫിലിനുകളുണ്ട്. 2-5% കഫീനുകൾ നമ്മളുടെ ടീയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. മിനറൽ 28 മിനറൽ എലമെൻസുകളുണ്ട്. ഫ്ലൂറിൻ, മാംഗനീസ്, ആർസനിക്, നിക്കൽ, സെലീനിയം, അയഡിൻ, അലൂമിനിയം, പൊട്ടാസ്യം പോലത്തെ മിനറൽസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വോളറ്റൈൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടീ വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് വൊളൈറ്റിക് സബ്സ്റ്റൻസസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ഫ്ലേവർ ആൻഡ് അരോമ ഓഫ് ടീ. ഓക്കെ, ഇതൊക്കെയാണ് ടീയിൽ വരുന്നത്. അതിൻ്റെ കോമ്പോസിഷൻ, മീഥൈൽ ക്സാന്തിൻസ്, പോളിഫീനോൾസ്, കാർബോഹൈഡ്രേറ്റ്സ്, വോളറ്റൈൽസ്, എൻസൈംസ് ഒക്കെയാണ് ഇതൊക്കെയാണ് കോമ്പോസിഷൻ ഓഫ് ടീയിൽ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള ടീ ലീവ്സുകളുണ്ട്, ചൈനയുണ്ട്, ഇൻഡൈനുണ്ട്. ഒന്നും കൂടെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ടീ വരുന്നത് ഇൻഡൈനാണ്, ബിക്കോസ് ഹയർ ഈൽഡാണ്. അതേപോലെ തന്നെ ലീവ്സുകളൊക്കെ ലാർജാണ്, ബ്രോഡാണ്. ഓക്കെ, ഇനി അടുത്തൊരു പ്ലാന്റേഷൻ ക്രോപ്സിൽ വരുന്നതാണ് കോഫി അറാബിക്ക ഉണ്ട്, കോഫി റോബസ്റ്റ ഉണ്ട്. ബ്രസീൽ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി ഇൻ ദ വേൾഡ്. നിയർലി 70 സ്പീഷീസ് ആർ പ്രസൻറ്റ്. 70ഓളം സ്പീഷീസ് ഓഫ് കോഫീസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂറോസ്റ്റിമുലൻസ് ആണ് ഹയർ എമൗണ്ട് ഓഫ് കഫീന് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഇവരിൽ. സൗത്ത് ഇന്ത്യ ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ മേജർ പ്രൊഡ്യൂസേഴ്സ് ഓഫ് കോഫി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കേസ് എടുക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെയാണ് കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് മേജറായിട്ട് 2 തരത്തിലുള്ള കോഫികളുണ്ട്, അറാബിക്ക അതേപോലെ തന്നെ കോഫി റോബസ്റ്റ.
ഓക്കെ. അറാബിക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒറിജിൻ എത്യോപ്യ, റോബസ്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒറിജിൻ കോങ്കോ. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ കഫീന് റോബസ്റ്റ കോഫിയിലാണ് ഉള്ളത് ആസ് കമ്പയർഡ് ടു കോഫി അറാബിക്ക. ഓക്കെ. ഇനി നമുക്ക് ഒരു സ്ട്രക്ചർ ഓഫ് എ കോഫി ബീൻ അല്ലെങ്കിൽ ചെറീനെ നോക്കുകയാണെങ്കിൽ which consisting of thin parchment like husk which is further surrounded by a pulp and hull parchment or pulp are removed before coffee beans are processed to parchment roasted. The mature red fruit is depulped, fermented, washed, dried to give parchment or plantation coffee. Wet processing. ഇപ്പോൾ കോഫി നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഡ്രൈ പ്രോസസ്സിംഗ് ഉണ്ട്, വെറ്റ് പ്രോസസ്സിംഗ് ഉണ്ട്. വെൻ വി കം ടു വെറ്റ് പ്രോസസ്സിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പൾപ്പിനൊക്കെ ഡീപൾപ്പ് ചെയ്തിട്ട് കോഫി ബീൻസിനെ ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ പാച്ച്മെൻറ്റ് കോഫി എന്ന് പറയും. വെറ്റ് പ്രോസസ്ഡ് കോഫി അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറ്. വെൻ വി കം ടു ഡ്രൈ പ്രോസസ്സിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡീപൾപ്പിംഗ് ഒന്നും ചെയ്യാതെ ഡീപൾപ്പിംഗ് ചെയ്യാതെ നമ്മൾ നോർമലി ഡ്രൈ ചെയ്തെടുക്കുന്ന കോഫീനെയാണ് നമ്മൾ അങ്ങനത്തെ ഒരു പ്രോസസ്സ് ചെയ്തെടുത്തുള്ള കോഫിയാണ് ഡ്രൈ പ്രോസസ്സിങ് കോഫി എന്ന് പറയുന്നത്, ഡ്രൈ പ്രോസസ്ഡ് കോഫി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോമ്പണൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അറാബിക്ക കോഫിയിൽ കഫീനിയോൾ ക്വൈനിക് ആസിഡ് 3 to 5%, റോബസ്റ്റയിൽ 44 to 66% കഫീൻ്റെ പ്രസൻസ് ഉള്ളത്. വേറെ കോമ്പണൻസുകൾ പറഞ്ഞാൽ പ്രോട്ടീൻ 89%, ഷുഗർ 41%, ആഷ് കണ്ടൻറ്റ് ദറ്റ് മീൻസ് ടോട്ടൽ മിനറൽ കണ്ടൻറ്റ് 7%, പെക്റ്റിക് സബ്സ്റ്റൻസസ് 0.91.